പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ വണ്ടി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? കാളവണ്ടി. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ 2 വണ്ടികളുണ്ടായിരുന്നു. കാളവണ്ടി, ഒന്ന് വില്ലവണ്ടി എന്ന് പറയും. ഇതായിരുന്നു മനുഷ്യന്മാർ യാത്ര ചെയ്യുന്ന കാറ്. ആ കാലത്ത് ഗ്രാമങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കാറ്. ഇതിലൊരു കുടുംബത്തിന് യാത്ര ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് ചക്കടവണ്ടി എന്ന് പറയും, ഭാരം കയറ്റുന്ന വണ്ടി. അതിതുപോലെ ആയിരിക്കില്ല, അതിലായിരിക്കും നെല്ലുചാക്കും മറ്റു ഭാരങ്ങളും കയറ്റിക്കൊണ്ടു പോകുന്നത്. 2 വണ്ടികളുണ്ടായിരുന്നു. 3 ജോഡി കാളകളും ഉണ്ടായിരുന്നു എൻ്റെ വീട്ടില്. വലിയ ജോഡി, ചെറിയ ജോഡി എന്നൊക്കെ പറയും. കൃഷിക്കാരാണ്. അവർക്ക് എത്ര ജോഡി വണ്ടികളുണ്ട്, എത്ര ജോഡി കാളകളുണ്ട്, ജോലിക്കാരുണ്ട്, ഇതൊക്കെ നോക്കിയാണ് അവർ പണക്കാരാണെന്ന് കണക്കാക്കാറ്. ഇത് കണ്ട ഉടനെ ആ കാലത്തെക്കുറിച്ച് ഓർമ്മ വന്നു. ഞാൻ ഇതില് യാത്ര ചെയ്തിട്ടുണ്ട്. നാട്ടിലേക്ക് പോകുന്നതൊക്കെ കാളവണ്ടിയിലായിരുന്നു. മുന്നില് വണ്ടി ഓടിക്കാൻ ഒരു പണിക്കാരൻ ഇരിക്കുന്നുണ്ടാവും. ഞാൻ അയാളുടെ കൂടെ ഇരിക്കും, കാലാട്ടിക്കൊണ്ടും അല്ലാതെയുമൊക്കെ. ആ കാലം, അത് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുകയാണ്. നിങ്ങൾക്ക് ഇത് പരിചയമുണ്ടോ? ഇതുപോലെയുള്ള വണ്ടികളിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ഇതുണ്ട്. ശരി, ഇത് പഴയ കാലത്തെ ശരിക്കും ഓർമ്മപ്പെടുത്തുന്നു. ഇത് മൂന്നാറിലാണ് ഉള്ളത്. ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണിത്. ഇവിടെ വന്ന ഉടനെ എനിക്ക് പഴയത് ഓർമ്മ വന്നു. ശരി, ഈ ദിവസം ദൈവം എനിക്ക് തന്നിരിക്കുന്ന വചനം എന്താണ് എന്ന് ചോദിച്ചാൽ, യെഹെസ്കേൽ 36:9 ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും, നിങ്ങളിൽ കൃഷിയും വിതയും നടക്കുമെന്ന് യഹോവ പറയുന്നു. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും, നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാവണം, ഒരു അനുഗ്രഹം വിളയണം എന്നുണ്ടെങ്കിൽ വിത്തുകൾ വിതയ്ക്കേണ്ടി വരും. യഹോവ പറഞ്ഞിട്ടില്ലേ, ഗോതമ്പ് മണി നിലത്തിൽ വീണ് ജീർണിച്ചാലേ ഫലം തരുകയുള്ളൂ എന്ന്. നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ സമർപ്പണത്തോടുകൂടി വിതയ്ക്കുമ്പോൾ മികച്ച ഫലം ലഭിക്കുന്നതാണ്. അപ്പോൾ അതിന് ത്യാഗം ചെയ്യണം, സമർപ്പണം ചെയ്യണം. ഒരു വിത്ത് സ്വയം ജീർണിക്കുമ്പോൾ മികച്ച ഫലം ലഭിക്കുന്നു. അതുപോലെ നാമും നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം ധാരാളം ഫലം തരും. നമ്മിലൂടെ അനേകം പേർ അനുഗ്രഹിക്കപ്പെടും. ദൈവം പറയുന്നു, നിങ്ങളുടെ അരികിലിരുന്ന് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും, നിങ്ങളെ ശ്രദ്ധിക്കും എന്ന്. അപ്പോൾ പക്വതയുണ്ടാക്കുന്നു. നിങ്ങൾ വയലുകൾ കണ്ടിട്ടില്ലേ? ഒരിക്കൽ കൊയ്ത്ത് നടന്നു കഴിഞ്ഞാൽ വീണ്ടും നെല്ല് വിതയ്ക്കാറില്ല. ആ വയലിനെ ഉഴുതുമറിക്കും, നന്നായി ഉഴുതുമറിക്കും. അതിനുവേണ്ടി കാളകളെയാണ് ഉപയോഗിച്ചിരുന്നത്. കലപ്പ കൊണ്ട് ഉഴുതുമറിക്കും. അതിൽ ചിലപ്പോൾ 4 കാളകൾ വരിവരിയായി ഉഴുതുമറിക്കും. വരിവരിയായി, അതായത് പിന്നിൽ പിന്നിൽ പിന്നിൽ. ഒരു വയലാണെങ്കിൽ പെട്ടെന്ന് ഉഴുതുമറിക്കാനായി അങ്ങനെ ചെയ്യാറുണ്ട്. ഉഴുതതിന് ശേഷം മണ്ണ് മറിക്കുന്നത് എന്ന് പറയും. അതാണ് പാകപ്പെടുത്തൽ. ഉഴുത ശേഷം താഴത്തെ മണ്ണ് മേലെയും മേലത്തെ മണ്ണ് താഴേക്ക് മറിച്ചിടും. അതിനുശേഷം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ മണ്ണ് മുഴുവൻ കിളച്ച് സമത്തിലാക്കും. അതാണ് പാകപ്പെടുത്തൽ. അതിനുശേഷമാണ് ഞാറ് നടാറുള്ളത്. അപ്പോഴേ അതിൽ നിന്നും ഫലമുണ്ടാകൂ. നമ്മുടെ ജീവിതത്തിൽ ഫലം തരാനായി ദൈവം നമ്മുടെ ജീവിതത്തെ ഉഴുത് പാകപ്പെടുത്തി ശരിയാക്കും. ചില വിളകൾക്ക് കിളയ്ക്കും. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് എള്ളും ഉഴുന്നും വിളയിക്കണമെങ്കിൽ കിളയ്ക്കണം. അതായത് കൈക്കോട്ടുകൊണ്ട് കിളച്ച് എല്ലാം പാകപ്പെടുത്തി വിത്ത് പാകും. എന്നാലേ അത് ഫലം തരൂ. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെ ഉഴുതുമറിക്കും, നമ്മെ ശരിയാക്കും, നമ്മെ പാകപ്പെടുത്തി തരും. അപ്പോൾ കഷ്ടം തോന്നും അല്ലേ? വയൽ ഉഴുതുമ്പോൾ അതും ആ ഇരുമ്പ് കലപ്പ കൊണ്ട് മണ്ണ് മുഴുവനും മറിച്ചിടാറില്ലേ? അത് വേദനിപ്പിക്കും അല്ലേ? തീർച്ചയായും വേദനയുണ്ടാകും. നമ്മുടെ ജീവിതത്തിലും നാം ഫലമുള്ളവരാകാനായി നമ്മെ പക്വതയുള്ളവരാക്കുന്നില്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വേദനകളുണ്ടാകും, ബാധിപ്പുകളുണ്ടാകും. പക്ഷേ അവസാനം ആശീർവാദമുണ്ടാകും. നിങ്ങൾ ഫലമുള്ളവരാകണമെങ്കിൽ കഷ്ടപ്പാടുകളിലൂടെ കടന്നേ പറ്റൂ. ദൈവം പ്രയാസങ്ങളിലൂടെ നിങ്ങളെ പാകപ്പെടുത്തുന്നു, ചില ഞെരുക്കങ്ങളിലൂടെ പാകപ്പെടുത്തുന്നു. മറ്റുള്ളവരോട് എങ്ങനെ ക്ഷമിക്കണം, എങ്ങനെ അവരെ സ്നേഹിക്കണം, തിന്മ ചെയ്യുന്ന ജനങ്ങളെ എങ്ങനെ സ്നേഹിക്കണം, യേശുവിന്റെ സ്വഭാവം എങ്ങനെ നിങ്ങളിലൂടെ കാണപ്പെടണം, അതിന് പാകപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലൂടെ ദൈവം നടത്തും. അത്തരം സ്ഥിതികളിൽ സ്തോത്രം പറയൂ. കഷ്ടപ്പാടുകൾക്കായി സ്തോത്രം, നിന്ദ, ഞെരുക്കം, അപമാനം, ഉപദ്രവം ഇവയ്ക്കായി സ്തോത്രം. എന്നെ പാകപ്പെടുത്തുന്നു, മികച്ച ഫലമുള്ളവരാകാൻ ആശീർവദിക്കണമേ എന്ന് പറയൂ. മികച്ച ഫലമുണ്ടാവുന്നത് കാണും. പറയുമോ, ദൈവമേ, അങ്ങ് ഞങ്ങളെ പാകപ്പെടുത്തുന്ന ദൈവവും ഞങ്ങളെ ശരിയാക്കുന്ന ദൈവവുമായിരിക്കുന്നു.
ഞങ്ങളെ വിതച്ച് ഫലമുള്ളവരാക്കി മാറ്റുന്നു. എന്നെ അതിനായി ഇതാ സമർപ്പിക്കുന്നു എന്ന് ഈ മകനും ഈ മകളും അവരെ സമർപ്പിക്കുന്നു. അവരെ സഹായിക്കണമേ, മികച്ച ഫലം തരുന്നവരാകാൻ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ